ഹലോ ഹായ് ആദീസ് ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് എലക്ഷൻ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എലക്ഷൻ അടുത്ത ആര് വരും, LDF സർക്കാർ തന്നെ തുടരുമോ, അല്ലെങ്കിൽ BJP കയറുമോ, അല്ലെങ്കിൽ UDF വരുമോ? അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് 18 വയസ്സിന് ശേഷം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാം അല്ലേ? അപ്പം നമ്മളുടെ ഈ ഒരു വോട്ട് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഈ ഒരു വോട്ടിലാണ് നമ്മൾ ഓരോ വ്യക്തികളെയും ജയിപ്പിക്കുന്നത്. അതായത് നമ്മളുടെ അടുത്ത പ്രതിനിധി ആരാണ്, അവരെ ഇലക്ഷന് വരുമ്പോൾ വോട്ട് ചെയ്ത് ആര് ജയിക്കണം ആര് ജയിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ജനങ്ങൾ തന്നെയാണ്. നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ആ വോട്ടിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാം, ആ ഒരു വോട്ട് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് തരാൻ കഴിയും എന്ന് ഉറപ്പുള്ള സർക്കാരിന്, അതായത് ഉറപ്പുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അപ്പോൾ ഇത്ര നാൾ ചെയ്ത് തന്നത് പൊട്ടയാണെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഞാനൊരു 1996 ഞാൻ ജനിച്ചത്. സ്കൂളിലൊക്കെ പോയിട്ട്, ഞാൻ അതാദ്യം പറയട്ടെ, സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു 4 പഠിക്കുമ്പോൾ, ആ സമയത്ത് ഓർമ്മയാണ് കേട്ടോ പറയണത്, സ്കൂളൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടപ്പിക്കും. വന്നിട്ട് എന്താണ് അവിടെ വെട്ടിക്കൊന്നു ഇവിടെ വെട്ടിക്കൊന്നു, BJP ഇന്ന ആൾക്കാരെ കുത്തി ഇങ്ങനെ ഇതാക്കി സ്കൂൾ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്കൂളുകളും അടയ്ക്കും. ഞങ്ങളുടെ സ്കൂൾ മാത്രം അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അപ്പുറത്തന്നെ പോലീസ് സ്റ്റേഷനാണ്, ഗേൾസ് സ്കൂളാണ് പഠിച്ചത്. 1 മുതൽ 10 വരെയും ഗേൾസിലാണ് പഠിച്ചത്. അപ്പോൾ സ്റ്റേഷൻ അടുത്തുള്ളതുകൊണ്ട് കുറച്ച് പ്രൊട്ടക്ഷൻ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇലക്ഷൻ്റെ മീൻസ് ഇലക്ഷൻ അല്ല സോറി ഈ ഹർത്താൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ബാക്കി സ്കൂളുകാർ വിട്ടിട്ട് ഉച്ചയ്ക്കൊക്കെ വിട്ടെന്ന് പറഞ്ഞ് പോകും, ഞങ്ങൾക്ക് മാത്രം ഇതാക്കില്ല. പിന്നെ ഞങ്ങൾ 1 4 പഠിക്കുമെന്ന് പറയുമ്പോൾ ചെറിയ പിള്ളേരല്ലേ, സേഫ് അല്ലല്ലോ ഞങ്ങൾ. അപ്പോൾ ടീച്ചർമാർ കുറച്ച് വിഷമിക്കും, കാരണം പാരൻസ് എത്തി വരാൻ വേണ്ടി ടൈം എടുക്കില്ലേ. അപ്പോൾ കുട്ടികൾ കാണാണ്ടായാലോ, കുട്ടികൾ തിരക്കിൻ്റെ ഇടയിൽ പെട്ടാലോ, കുട്ടികൾ നിന്ന് അപ്പുറത്ത് കിട്ടിത്ത. അപ്പോൾ ആ സമയത്ത് എന്ന് പറയാൻ നമുക്ക് പാർട്ടി എന്താണെന്ന് അറിയില്ല, എന്തിനാണ് ഈ പാർട്ടി എന്നറിയില്ല. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കൊന്നു മരിച്ചു, ഇതൊക്കെയാണ് കുഞ്ഞായിരുന്ന സമയത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ പാർട്ടിനെ കുറിച്ച് യാതൊന്നും അറിയില്ല, എന്തിനാണ് പാർട്ടി, എന്താണ് സംഭവം ഒന്നൊരു പിടുത്തുണ്ടായില്ല. പിന്നെ വലുതായപ്പോഴല്ലേ മനസ്സിലായത്, ഇതാണ് നമ്മൾ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് 18 വയസ്സിന് ശേഷം നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. നമ്മളാണ് ഓരോ വ്യക്തികളെയും ജയിപ്പിക്കുന്നത്. ഓരോ പാർട്ടി, ഏത് പാർട്ടി ഭരിക്കണം, ഏത് പാർട്ടി വിജയിക്കണം, ഏത് പാർട്ടി തുടർന്ന് ഭരിക്കണം, ഇതൊക്കെ ഉള്ള ഇത് നമ്മളുടെ ഈ കൈകളിലാണ്. ഓരോ വ്യക്തികളുടെയും നമ്മളാണ് തീരുമാനിക്കുന്നത് ആര് വരണം എന്ന്. പക്ഷേ ആര് വന്നു കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ജനങ്ങളെക്കുള്ള ആവശ്യങ്ങൾ എത്തിച്ചു തരാനാണ് നിങ്ങൾ ഓരോരുത്തരെയും ജയിപ്പിക്കുന്നത്. അത് ജനങ്ങൾ ജയിപ്പിക്കണത്. അപ്പോൾ അത് കറക്റ്റായി കിട്ടണം, അതായത് ഓരോ വ്യക്തികളുടെ ആവശ്യം കിട്ടണം എന്നുള്ളത് അതെല്ലാം നിങ്ങളുടെ കൈകളിലാണ്. അതായത് ഞങ്ങൾ ജയിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ നിങ്ങളാണ് അത് നടത്തി തരേണ്ടത്. നിങ്ങൾ ഏത് സർക്കാർ ജയിക്കണോ ആ സർക്കാരാണ് നടത്തി തരേണ്ടത്. അപ്പോൾ ഇത്ര നാളായിട്ടുള്ള ഭരണം, പണ്ട് തുടങ്ങി ഇത്ര നാൾ കണ്ടിട്ട് ഇത്ര നാളായിട്ടുള്ള ഭരണം എനിക്ക് ബെറ്ററായി തോന്നുന്നത് LDF സർക്കാരിൻ്റെ തന്നെയാണ്. അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം കേട്ടോ. കാരണം പണ്ടൊക്കെ സ്കൂളിൽ പോയിട്ടെന്നല്ല, സ്കൂളിൽ നിന്നൊക്കെ കിട്ടണ ഭക്ഷണം പൊട്ടയാണെന്നല്ല പറയുന്നത്, പക്ഷേ എങ്കിൽ പോലും ഇന്ന് കിട്ടണ ഭക്ഷണമൊന്നും അന്നില്ല. അന്നും സർക്കാരിന് സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ കഴിവൊന്നുമില്ലാണ്ടല്ല, പക്ഷേ അന്നും തന്നിരുന്നില്ല. പഠനത്തിന് നല്ലൊരു സ്കൂൾ, നല്ലൊരു കെട്ടുറപ്പുള്ള സ്കൂളുകളായിരുന്നില്ല. ഇന്നത്തെ സ്കൂളുകളൊന്നും നോക്കി നോക്കിയേ, എല്ലാം പുതിയ അടിപൊളി സ്കൂളുകളാണ്. നിങ്ങൾ ആദ്യം അതൊന്ന് ആലോചിച്ച് നോക്കണം. ഗവൺമെൻറ് സ്കൂളുകൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് സ്കൂളുകളെക്കാളും മോർ ദൻ ബെറ്റർ എന്ന് പറയാം. അതുപോലെ പഠന റൂമുകൾ, ബെഞ്ചുകൾ, കാര്യങ്ങൾ എല്ലാം നല്ല സൗകര്യമാണ്. അപ്പോൾ ബെറ്ററായിട്ടുള്ളൂ, അത് ഒരിക്കലും മോശമായിട്ടല്ല പോയിട്ടുള്ളത്. നല്ല ക്ലാസ് റൂമുകൾ, പിന്നെ അതുപോലെ അത് ഭക്ഷണം. ഇന്നൊക്കെ ഞങ്ങൾക്ക് അന്ന് കഞ്ഞിയും പയറും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് കഞ്ഞിയും പയറല്ല, ഇന്ന് മുട്ട, എന്തൊക്കെയാണ്, ബിരിയാണി അതടക്കം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏത് സർക്കാർ വന്നിട്ടാണ്? LDF സർക്കാർ വന്നിട്ടാണ്. മനസ്സിലായ? പിന്നെന്ന് പറയണത് ആശുപത്രി, അത് നമുക്ക് മെയിനായിട്ടുള്ള കാര്യമാണ്. പണ്ടൊക്കെ ഗവൺമെൻറ് ആശുപത്രിക്ക് പോകുമ്പോൾ മൂക്ക് പൊത്തണ്ട വരും, ഇന്നതില്ല. ഇന്ന് സർക്കാർ, ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞത് ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നെയാണ്, കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വെച്ചാൽ പനി വരുമ്പോഴും ചുമ വരുമ്പോഴൊക്കെ ആശുപത്രി പോയി കാണിക്കാം, അങ്ങനത്തെ ഉള്ളൂ. അത് നമ്മൾ പ്രസവ വാർഡിലൊന്നും കയറേണ്ട വരുന്നില്ലല്ലോ. അപ്പോൾ കയറിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയ്ക്ക് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായി, വിത്ത് AC, എല്ലാ സൗകര്യങ്ങളും, സേഫ്, നല്ല ഡോക്ടർമാർ. നമ്മുടെ ഗവൺമെൻറ് ഡോക്ടർമാരെന്ന് പറയുന്നത് ഏറ്റവും നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അത്രയും അറിവുള്ള ഡോക്ടർമാരെയാണ് നമുക്ക് ഗവൺമെൻറ് തരുന്നത്. അതായത് ഇപ്പോൾ LDF സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നത് എനിക്ക് കുറച്ചൊരു ബാഡായി തോന്നിയിട്ടുള്ളത്, ചില സ്റ്റാഫുകളുടെ പെരുമാറ്റം മോശമാണ്. അപ്പോൾ പെരുമാറ്റം മോശമാകുമ്പോൾ ഇപ്പോൾ സാധാരണക്കാർ, പാവപ്പെട്ടവർ, നമ്മളെപ്പോലെയൊക്കെയുള്ള ആൾക്കാർ, സാധാരണക്കാർ ചെല്ലുമ്പോൾ അവരുടേതായ, അവർക്ക് ജോലി ഉണ്ട്, ആ ജോലി ഗവൺമെൻറ് ജോലിയാണെന്നുള്ള ഒരു ഹെഡ് വെയ്റ്റിൽ പെരുമാറുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്റ്റാഫുകളെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നന്നായി പെരുമാറാനും നന്നായി വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ടാവും, അവരെ സെലക്ട് ചെയ്യുക. കാരണം ഇതുപോലത്തെ മോശപ്പെട്ട സ്വഭാവമുള്ള സ്റ്റാഫുകൾ വരുമ്പോൾ അത് പ്രത്യേകം പറയണം. നല്ലതും ചീത്തയായാലും നല്ലതായാലും നമ്മൾ പറയണം. അപ്പോൾ എനിക്ക് ആകെ തോന്നിയിട്ടുള്ളത്, നിങ്ങൾ സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സ്റ്റാഫുകളെ നോക്കി തിരഞ്ഞെടുക്കുക. കാരണം മോശം സ്വഭാവമുള്ള സ്റ്റാഫുകളാകുമ്പോൾ അത് ആ ഒരു സ്ഥാപനത്തിന് തന്നെ
മോശപ്പേരാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് കുറേ പേരുണ്ട് അങ്ങനത്തെ. അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നല്ല സന്തോഷത്തോടെ ചിരിച്ചെപ്പോഴും ചിരിച്ചിരിക്കണം എന്നാണ് പറയണത്. എന്നാലും കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയാവണ ആൾക്കാർ, അതായത് നമ്മളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നല്ല, ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവർ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോടെ ആയിരിക്കും വരാം. അപ്പോൾ അവരോട് പിന്നെയും കുറച്ച് മോശമായിട്ട് ദേഷ്യത്തിൽ നിന്ന് എടുക്കും, അങ്ങനെതാക്കും, കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരൊന്ന് മാറ്റാം. അത് എനിക്ക് അപേക്ഷിക്കാനുണ്ട് സർക്കാരിനോട്, അതായത് LDF സർക്കാരിനോട് തന്നെ ഞാൻ അപേക്ഷിച്ച് പറയും. കാരണം ആകെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ആശുപത്രിയിലുള്ള ഈ പ്രശ്നം എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്ലീസ്, അതായത് ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ വോട്ട് എല്ലാം അങ്ങോട്ട് തന്നെയാണ്, അങ്ങോട്ടും. അപ്പോൾ ഞാനത് പറയും. കാരണം എനിക്ക് പറയണതിൽ കുഴപ്പമില്ല, ഞാൻ അസല് കമ്മ്യൂണിസ്റ്റുകാരിയാണ്, അതായത് LDF കാരിയാണ്. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് എനിക്ക് പറയാമല്ലോ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. കാരണം പറഞ്ഞ തീരുവത് കുറ്റപ്പെടുത്തലുകളല്ല, അത് നമ്മൾ ശരിയാക്കേണ്ട ആവശ്യമാണത്. അപ്പോൾ ഈ ഒരു കാര്യം പ്ലീസ് അതൊന്ന് റെഡിയാക്കി തരണം. അപ്പോൾ അത് അങ്ങനെ അതെനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ ആശുപത്രി അടിപൊളിയാണ്. നിങ്ങളതിൽ ഒരാളും ഒന്നും കുറ്റം പറയണ്ട. പണ്ടുണ്ടായ അഴുക്കോടെയല്ല ഇപ്പോഴത്തെ നമ്മളുടെ ഗവൺമെൻറ് ആശുപത്രികൾ എല്ലാം അടിപൊളിയാണ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ. പിന്നെ നിങ്ങൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരെ വീട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക്, വയ്യായുള്ള ആൾക്കാർ, ഡയാലിസിസ് പോലത്തെ കാര്യങ്ങൾ, അതായത് കിഡ്നി പേഷ്യൻസുകളൊക്കെ ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്യാൻ ഇഷ്ടംമാതിരി പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്നും ഇപ്പോൾ പറയാൻ നിൽക്കരുത്. ഒരുപാട് കാര്യങ്ങൾ സർക്കാർ, പിന്നെ ഈ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ പൊക്കിയെടുത്ത് തലകേറ്റിരിക്കും. ഏത് മറ്റു സംസ്ഥാനത്തിൽ, അതായത് BJP ഭരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പറയത് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ ആൾക്കാരൊക്കെ അത് പറയും. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള കുറേ BJPക്കാർ അവരൊക്കെ ഇരുന്ന് പറയും, നിങ്ങളെ വേറെ സംസ്ഥാനങ്ങളിൽ പോയി നോക്ക്, ഏതാണ് ബെറ്റർ നോക്ക്. നമ്മുടെ കേരളം തന്നെയാണ് ബെറ്റർ. കേരളത്തിലുള്ള പോലെ വിദ്യാഭ്യാസം ഇല്ല, നല്ല സ്കൂളുകളില്ല അവിടെ, ഇതുപോലെ ആശുപത്രി സൗകര്യമില്ല. ഒന്നോ രണ്ടോ അബദ്ധം, അതായത് അബദ്ധം എന്നല്ല പറയാം, എന്തെങ്കിലും ബൈ ചാൻസ് ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് തലപ്പൊക്കി വെക്കും. അത് വിഷമുള്ള കാര്യമാണ്, അത് അശ്രദ്ധ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി. അവിടെയൊക്കെ ഉണ്ടല്ലോ ആശുപത്രിയിൽ ഒരു ചുമയും പനിയും വന്ന ആൾക്കാർക്ക് പോലും ചികിത്സ കിട്ടാൻ സൗകര്യമില്ല. നിങ്ങളെന്താണ് അതൊന്നും ആലോചിക്കാത്തത്? അതുപോലെയല്ല നമ്മുടെ കേരളം. അത് ആദ്യം മനസ്സിലാക്കണം. കുറ്റം പറയുമ്പോൾ അവിടെ എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് പനിയോ ചുമ അല്ലെങ്കിൽ വല്ല മാരകമായിട്ടുള്ള അസുഖമാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി ചികിത്സിക്കുക, വേറെ സംസ്ഥാനങ്ങളിൽ പോയി ചികിത്സിക്കുക. കേരളത്തിൽ ഒരു ആശുപത്രിയിൽ നിങ്ങൾ ചികിത്സിക്കണ്ട. അത് പറയാനാൾ ഞാനല്ല, പക്ഷെ നിങ്ങളുടെ വർത്താനം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് കൊടുക്കോ, ഉള്ള കാശൊക്കെ കൊണ്ട് അവിടെ കൊടുക്ക്, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചോ. നമ്മുടെ ഗവൺമെൻറ്റിൽ എന്തോരം കാര്യങ്ങൾക്ക് നമുക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ടതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു തരുന്നത്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അത് നിങ്ങൾ കുറ്റം പറയില്ലേ. അപ്പോൾ അവിടെ ഒന്നും പുറത്തൊന്നും, എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകണത് പുറത്ത്, അതായത് ഇന്ത്യയിൽ തന്നെ വേറെ സംസ്ഥാനത്താണ്. അപ്പോൾ ആളവിടെ പറയണ കേൾക്കണം. അവിടേക്ക് ആശുപത്രി പോയി, അത് എനിക്ക് പേഴ്സണലി അറിയുന്ന കാര്യമാണ്. അവിടെ ആശുപത്രി പോയി കഴിഞ്ഞാൽ എല്ലാ വയ്യായിക്കും പാരസെറ്റമോൾ കൊടുക്കുന്നു. അവിടേക്ക് അത്രേ ഉള്ളൂ, മനസ്സിലായ? അപ്പോൾ പുറത്ത് പോയിട്ടുള്ള ആൾക്കാർ പറയണത് അങ്ങനെയാണ്, അതായത് കേരളത്തിൻ്റെ പുറത്ത് പോയിട്ടുള്ള ആൾക്കാർ പറയണത് അങ്ങനെയാണ്. അതായത് എല്ലാ അസുഖത്തിനും പാരസെറ്റമോൾ തന്നെ കൊടുക്കുന്നത്. എന്തിനാണ് പോണത്? പാരസെറ്റമോൾ തിന്നാനാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, കറക്റ്റായിട്ടുള്ള ചികിത്സ ഒന്നല്ല കിട്ടുന്നത്. നിങ്ങൾ കിടന്ന് എന്നും പറഞ്ഞിട്ട് പറയും. അത് പറയുമ്പോൾ ഇവിടത്തെയും പിന്നെ മറ്റേ അവിടെ കണ്ട് ആ സംസ്ഥാനത്ത് ഒരു ഇതുമില്ല. കേരളത്തിൻ്റെ അത്രയും ഒന്നുമില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും തൊഴിലിൻ്റെ കാര്യത്തിലായാലും പിന്നെ എന്താ പറയുക, ആശുപത്രി സൗകര്യം കാര്യങ്ങൾ എല്ലാത്തിനും മോർ ദാൻ ബെറ്റർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ, പിന്നെ ഡൽഹി കാര്യങ്ങളൊക്കെ അവിടെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫെസിലിറ്റീസ് ഉള്ള കുറച്ച് ടൗൺ ഏരിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിപ്പോൾ അങ്ങനെയല്ലേ. ടൗൺ ഏരിയ കുറച്ചും കൂടിയും റിച്ച് ആയിട്ടുള്ള സ്ഥലത്ത് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. സാധാരണ രീതി ജീവിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവുള്ളൂ. നോർമലായിട്ട് നമ്മൾ സാധാരണക്കാർ ജീവിക്കുന്നിടത്ത് നമ്മുടെ അവിടെ ആശുപത്രിയും കാര്യങ്ങളും ഇല്ലേ, നല്ല നല്ല സൗകര്യങ്ങൾ കിട്ടണില്ലേ, അതല്ലേ നോക്കേണ്ടത്. പിന്നെ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പിന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ വയനാട് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി, എത്ര പേർക്കാണ് കുറേ സഹായങ്ങൾ സർക്കാരിലേക്ക് വന്ന്, പക്ഷെ ആ പൈസ ഒന്നും ആവശ്യമില്ലാണ്ടല്ല ചിലവാക്കിയിട്ടുള്ളത്. അത്രയും ജനങ്ങൾക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ടൊന്നും വീടൊന്നും പൊന്തൂലല്ലോ. അപ്പോൾ ആ വീട് പണിയാൻ ടൈം എടുക്കും. അപ്പോൾ ആ ടൈമാണ് ഇത്രയും നാൾ എല്ലാവർക്കും വീട് കിട്ടിയിട്ടുണ്ട്. വീട് കിട്ടാനുള്ളവർക്ക് ഇനി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളത് പറയരുത്. ഇത്രയും വലിയ എന്താ പറയുക വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് സ്ലം, അതായത് ന്യൂഡൽഹിയിലൊക്കെ ഉള്ള ഈ സ്ലമ്മുകൾ കണ്ടിട്ടില്ലേ, അതൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. ഞാൻ സത്യം പറയാല, മോശനൊക്കെ ഉള്ള സ്ഥലത്താണ് അപ്പുറത്തും ഇപ്പുറത്തും ഈ മക്കളൊക്കെ നടക്കുന്നത്. അവർ കെടുക്കണതിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. നിങ്ങളെന്താ അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് കേരളത്തിലുള്ളവർ ജീവിക്കുന്നത്? പിന്നെ അത്രയും എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ ഈ എന്താണ് മറ്റേ കാട്ടുപ്രദേശത്തൊക്കെ താമസിക്കുന്ന സാധാരണക്കാരുണ്ട്. അപ്പോൾ അവരെന്ന് പറയണത് അവർ കാടിനോടാണെങ്കിൽ ജീവിച്ചവരാണ്. അപ്പോൾ അവർക്ക് അവിടെ തന്നെ നിന്ന് ജീവിക്കാനേ ഇഷ്ടമുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് അവരോട് വരാൻ പറഞ്ഞാൽ അവർ വരാൻ പലരും തയ്യാറാവണല്ലോ. അവർ ആ ഒരു ചുറ്റുപാട് ജീവിക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ അവിടേക്ക് നമ്മൾ കാര്യങ്ങൾ അത്യാവശ്യം എത്തിച്ച് വരുന്നുണ്ട്, ഒട്ടും കൊടുക്കാണ്ടിരിക്കുന്നില്ല, മനസ്സിലായ? പിന്നെയും അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, വിവരങ്ങൾ കറക്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ LDF സർക്കാർ അതും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഒട്ടും പറയരുത്. എല്ലാ കാര്യങ്ങളും എത്തേണ്ട അടുത്ത് കറക്റ്റായി എത്തിക്കണം. അത് LDF സർക്കാരിന് തന്നെ പറ്റുള്ളൂ. വേറെ സർക്കാരുകൾ ഇതുവരെയായിട്ട് അധികം ചെയ്തിട്ടില്ല. അപ്പോൾ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയണതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നെ സർക്കാരിന് നിങ്ങൾക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റണം? നമ്മുടെ ഇന്ത്യയിൽ ഇത്ര സംസ്ഥാനങ്ങളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള
പ്രവർത്തനം കാഴ്ചവെക്കുന്നത് LDF സർക്കാർ തന്നെയാണ്. കാരണം വേറൊരു സ്ഥലത്തില്ലാത്ത, അതായത് കുറച്ച് 2-3 സ്ഥലത്ത് ചെയ്തിട്ട് 2-3 സ്ഥലത്ത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ അവിടെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ എന്തായാലും ഒരു എന്താ പറയുക, ഒരു വലിയ 10 അടി 50 അടി 100 അടി ഉയരത്തിലുള്ള ഒരു പ്രതിമേനെ ഉണ്ടാക്കി വെച്ചിട്ട് പൈസ വെക്കണ ഇതുകളില്ല. മനസ്സിലായ? ഒരു ഇതുമില്ല. മനസ്സിലായ? അത്യാവശ്യം എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സ്കൂള്, വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് നമ്മളുടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്തൊക്കെ കിട്ടേണ്ടത്? ഇനി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ അത് നമ്മൾ കണ്ടെത്തി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും നമ്മുടെ സർക്കാർ, LDF സർക്കാർ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കണം ഓരോ ജനങ്ങൾ? എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. BJP സർക്കാരിനെ ആയാലും ഇതിനെ കുറ്റമാക്കി പറയണമല്ല, പക്ഷെ എനിക്ക് ഒരിക്കലും പേഴ്സണലി എനിക്ക് നല്ലതായി വരും എന്ന് തോന്നണില്ല ഭരണം. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഭയങ്കരമായിട്ട് ജാതീയത വർഗീയത ഒക്കെ നിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് BJP സർക്കാരിന്. ഒരിക്കലും താഴ്ന്ന നിലയിൽ, താഴ്ന്ന ജാതിയിലുള്ളവരും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊന്നും മുന്നോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അത് വേറെ ഒന്നും ഉണ്ടല്ല ഞാൻ പറയണത്. ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ കാസ്റ്റിനെ ഞാൻ ഇതാക്കി പറയണതല്ല, ഞാൻ SC എന്ന വിഭാഗത്തിലുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ SCക്കാർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ. നിങ്ങൾ ആനുകൂല്യം കിട്ടണത് നല്ല, അതുമാത്രമല്ല അത് ഞങ്ങളുടെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യം വെക്കണം, നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്നു വരാനുള്ള യാതൊരു ഇതുകളും വഴിയും കാണിച്ചു തരൂല. അതായത് സർക്കാർ കാണിച്ചു തരുന്നില്ല എന്നല്ല കേട്ടോ, ഞങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയും മോശമാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉയർന്നു വരാൻ. അത് എൻ്റെ പേഴ്സണലി എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് പറയണത്. അതായത് കാസ്റ്റ് പറയും ഭയങ്കരമായിട്ട്. ഇപ്പം ഞാൻ SC എന്ന് പറയുന്നത്, ഞാൻ SC എന്നുള്ള കാസ്റ്റ് ജനിച്ച് ഇതായതുകൊണ്ട് മാത്രം, അല്ലാതെ ഈ സമൂഹത്തിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ എന്താ പറയുക, കളിയാക്കിയിട്ടുള്ള രീതിയിൽ നീ ആ കാസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പറയണതും, ഞാൻ SC ആണല്ലേ കാസ്റ്റ് അങ്ങനെ പറയണതും വ്യത്യാസമുണ്ട്. കളിയാക്കിയിട്ട് പറയണതും അപ്പം ഞാൻ വിചാരിക്കും ഇതിലെന്തൊട്ട് കളിയാക്കാനുള്ളത്, ഇതെന്തെങ്ങനെ, അത് എന്നെ കളിയാക്കിയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ പലയിടത്തും ജാതി കളിയാക്കണ രീതിയിലൊരു ഇതോടെ അത് പലർക്കും അനുഭവിക്കേണ്ട വന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ നിങ്ങളുടെ കാസ്റ്റിലുള്ളവരെ ഞങ്ങളെ വീട്ടിൽ കയറ്റാറില്ല, ഒരു വെള്ളം പോലും കൊടുക്കാറില്ല, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോടായിട്ട് പറഞ്ഞതല്ല, ഞാൻ ഈ കാസ്റ്റിലുള്ളതാണെന്ന് അറിയാണ്ട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു എൻ്റെ കൂട്ടുകാരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ ആ കാസ്റ്റിലാണല്ലേ, ഇതായിരുന്നെങ്കിൽ അറിയണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളവരൊന്നും ഇതാക്കാറില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതും എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്തുനിന്ന് തന്നെ അങ്ങനത്തെ ഒരു വർത്തമാനം കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുഴുവനായി മാറണം എന്നുണ്ടെങ്കിൽ ഈ സർക്കാർ തന്നെ നിന്നാലേ ഉണ്ടാവുള്ളൂ. കാരണം BJPനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്കാരുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ജാതി തിരിച്ചിട്ടുള്ള ഒരു വേർതിരിവ് കാര്യങ്ങൾ നന്നായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയരുത്. നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ച് നോക്കിയിട്ടുള്ള കാര്യമാണ്. ഒരാളെങ്ങാനും നോർമലായി ഇതുപോലത്തെ താഴ്ന്ന കാസ്റ്റിലുള്ളവരെ നിർത്തിയിട്ട് ഞങ്ങൾ അവരെ നിർത്തിയിട്ടുണ്ട്, അവർ കണ്ടില്ലേ അവരെ ഒരാളെ 2 ആളെ നിർത്തിയിട്ട് അവരെ നിർത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല എന്ന് കാണിക്കാൻ മനഃപൂർവ്വം അങ്ങനെ അവരെ കൊണ്ടുപോയി ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കും. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ അടവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് അങ്ങനത്തെ കാസ്റ്റിനോട് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടോ അങ്ങനെ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇപ്പോൾ ഇലക്ഷന് നിർത്തിയിട്ടുള്ളത് എല്ലാവരെയും ഞാൻ കാസ്റ്റുകൾ എടുത്ത് പറയണതല്ല എങ്കിൽ പോലും നായന്മാരെ. അപ്പോൾ നല്ല ഇതിലുള്ള ആൾക്കാരെ തന്നെയാണ് ഈ എടുക്കുന്നത്. എന്തുകൊണ്ട് സാധാരണക്കാരെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ജീവിതം നയിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യണില്ല? ഈ വലിയ ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്ന, സാധാരണ രീതിയിൽ ജീവിക്കണം, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾക്കാരെ ഇവർക്ക് BJPക്കാർക്ക് സെലക്ട് ചെയ്തൂടെ? കുറച്ചങ്ങനെ സെലക്ട് ചെയ്ത് നോക്ക്. അവരോട് ഞാൻ ആദ്യം തീരുമാനിക്കാനല്ല അവരുടെ കാര്യം, പക്ഷേ എന്തുകൊണ്ട് അവരത് ചെയ്യണില്ല? അതുണ്ട്, അവരുടെ ഇടയിൽ അതുണ്ട്. അത് നിലനിൽക്കണോണ്ട് തന്നെയാണ് ജാതി. എന്തോരം വീഡിയോ നമ്മുടെ സുരേഷ് ഗോപി സാറ് ചെയ്ത് കൂട്ടുന്നുണ്ട്. അതായത് സാധാരണക്കാരെ, അതായത് എൻ്റെ ഇതല്ല, നിങ്ങളുടെ വാർഡ് കൗൺസിലർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഇവർക്ക് കൊണ്ടുപോയി അപേക്ഷ കൊടുക്കുക, ഫോം കൊടുക്കുക, ഇതൊന്നും ഞാൻ വാങ്ങേണ്ട കാര്യം. പിന്നെ എന്താണ് ആളുടെ ജോലി? സുരേഷ് ഗോപി സാറിൻ്റെ എന്താണ് ജോലി? ആരാണപ്പോൾ? എന്തിനാണ് ഇലക്ഷനിൽ നിന്ന് ജയിച്ചത്? ഇലക്ഷൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാർ ചെന്നിട്ട് ആവശ്യം പറയുമ്പോൾ അത് ചെയ്ത് കൊടുക്കണമെന്നില്ല. കേൾക്കാനെങ്കിലുള്ള പെരുമാറാനെങ്കിലുള്ള മര്യാദ കാണിച്ചൂടെ? അതുപോലും കാണിക്കുന്നില്ല. എന്നിട്ട് എന്തിനാണപ്പോൾ ഇലക്ഷന് നിന്നത്? എന്തിനാണ് സർക്കാരിൽ ഇങ്ങനെ ഒരു നിന്നിട്ട് ജനങ്ങളെ സേവിക്കാൻ പറഞ്ഞിട്ട് കുറേ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ, പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കുന്ന എല്ലാ ആളുകളെ കെട്ടിപ്പിടിക്കുന്ന മര്യാദയ്ക്കുള്ള വീഡിയോ ഉണ്ടാവും. നിങ്ങളൊന്നും പറയണ്ട, അത് ശരിക്കും നിങ്ങൾ വലിയ നല്ല ആൾ പുള്ളി എന്ന് പറഞ്ഞ് പറയണ്ട. ആൾ കാണിക്കണത് അങ്ങനെ തന്നെയാണ്. ഒരാളും ഒരു ഇതിനെയും ഇത് പറയണ്ട, ഉള്ള കാര്യം തന്നെയാണ്. കുറേ അപ്പന്മാർക്കും ഇല്ല കൈ കൊടുക്കലും ഇല്ല, ഇവർക്കൊന്നുമില്ല, പ്രായമുള്ളവർക്കൊന്നുമില്ല കൈ കൊടുക്കൽ. എങ്ങായിട്ടുള്ള കുറേ പെൺപിള്ളേരെ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഹഗ് ചെയ്യും, കൈ കൊടുക്കും. അഥവാ പിന്നെ പപ്പടം കൊടുക്കണം, കൈ കഴുകുക, എന്തൊക്കെയാണ് ഇതൊക്കെ കാണുന്നതല്ലേ? ഇതൊക്കെ നേരിട്ട് വീഡിയോയിലൊക്കെ ഇതായിട്ട് ഇതൊന്നും ഫേക്കൊന്നല്ല. ആൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ തന്നെയാണ്. പിന്നെ എന്ന് പറയുന്നത് ആൾ നല്ല സ്വഭാവം എന്ന് പറയുന്നത് ഇതൊന്നും കാണിക്കണം നല്ല രീതിയിലുള്ളതല്ല. പിന്നെ പിണറായി സർക്കാരിനെ കുറ്റം, പിണറായി വിജയൻ സാറിനെ കുറ്റം പറയുന്നത്, ആൾ അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരാളെ ചവിട്ടിയും തെറിപ്പിക്കുക അല്ലെങ്കിൽ കൈ ഷെയ്ക്കൻ്റെ കൊടുക്കുക ഇങ്ങനെ വാങ്ങും അങ്ങനെ ഒന്നുള്ള ആൾ കാണിക്കണമെന്നില്ല. ആൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാധാരണക്കാർക്ക് കാണുമ്പോൾ വർത്താനം പറയുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. മനസ്സിലായ? അപ്പോൾ അധികം അത് ഇനി പറഞ്ഞതാവണ്ട.
കാരണം അത് ചെയ്യാത്ത ആളമല്ല, നന്നായി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ആളുടെ പോലെ സുരേഷ് ഗോപി സാർ ചെയ്യണ പോലെ നല്ല ആൾ ചെയ്യണതായാലും എനിക്ക് പറയാൻ തോന്നിയത് കാണേണ്ട കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതാക്കുന്നാക്കേണ്ട കാര്യമില്ല. കാരണം അത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണില്ലേ, ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളും കണ്ണുകൊണ്ട് കാണില്ലേ. ഇനി ഒന്നും പറയണ്ട, അത് ഇല്ല, അത് ആളങ്ങനെ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. സാധാരണക്കാർ പേപ്പർ കൊടുക്കും, ഇതിൻ്റെ കയ്യിലല്ല തരേണ്ടത്, പിന്നെ ആരെ കയ്യിലാണ് കൊടുക്കേണ്ടത്? അഥവാ ആളെ കയ്യിലല്ല കൊടുക്കേണ്ടത്, വാർഡ് കൗൺസിലറിനാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ MLA ക്കാണ് കൊണ്ട് കൊടുക്കേണ്ടത്. ശരി, ഓക്കെ. പക്ഷേ ആളെ വിജയിപ്പിച്ച ജനങ്ങളല്ലേ, ഈ പേപ്പർ ഒന്ന് വായിച്ചു നോക്കണേ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ, അതുപോലും ചെയ്യണില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാം. പിന്നെ ചൂരൽമല മറ്റേ വെള്ളപ്പൊക്കം, അതിൻ്റെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പൈസ എന്ന് പറയുന്നത് എന്തുട്ടാണ് കിട്ടിയത്? കേന്ദ്ര സർക്കാരിനേക്കാളും കൂടുതൽ ഒരുപാട് പേര് പിരിച്ചിട്ടും ഇതാക്കിയിട്ടും പൈസ എത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന്. എല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ സഹായം തന്നെയാണ് കുറേയൊക്കെ. പിന്നെ കുറേ ജനങ്ങൾ സഹായിച്ചിട്ടുള്ളത്, എല്ലാവരും പിരിച്ച് ഇതാക്കിയിട്ട് എല്ലാവരും സഹകരിച്ച് കിട്ടിയിട്ടുള്ള പൈസകൾ, അതുകൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ കുറേ കാര്യത്തിന് ബുദ്ധിമുട്ടിക്കാൻ തന്നെ കേന്ദ്രത്തിന് നോക്കിയിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മുടെ കേരളത്തിന് എല്ലാ കാര്യം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനോഭാവത്തിൽ ഇതുവരെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പേഴ്സണലി. അപ്പോൾ മനഃപൂർവ്വം പേഴ്സണലി നമ്മുടെ കേരളത്തിനെ ബുദ്ധിമുട്ടിക്കാനേ എനിക്ക് കേന്ദ്ര സർക്കാർ ചെയ്യണമായിട്ട് തോന്നിയിട്ടുള്ളൂ. കാരണം നമ്മുടെ കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്. അപ്പോൾ നമ്മളെ തളർത്തണം എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാന്നൊന്നും പറയണ്ട, അങ്ങനെ തന്നെയാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങൾ പൊക്കി പിടിക്കും. പിന്നെ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കുറേ ആനുകൂല്യങ്ങൾ അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ നോക്കുന്നത്. അത് ഞാൻ പ്രത്യേകം പറയും, അതിൽ പ്രത്യേകം ഞാൻ പറയുന്നത് വരുത്തി തീർക്കാൻ നോക്കും. അത് കേരള സർക്കാർ പ്രൊവൈഡ് ചെയ്യണം, കേരള സർക്കാരിൻ്റെ ഇതിന് കേരള സർക്കാർ തന്നെ തീരുമാനിച്ച് കൊടുക്കണം. പല കാര്യങ്ങളും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതാണ്, കേന്ദ്രം കൊടുക്കണതാണെന്നുള്ള രീതിയിലാക്കി തീർക്കും. കേന്ദ്രത്തിൽ നിന്ന് കുറേ എണ്ണം കിട്ടാനുള്ള ഫണ്ടുകൾ പോലും മര്യാദയ്ക്ക് കറക്റ്റ് കിട്ടണമില്ല, ഇതാക്കണമില്ല. പിന്നെ നമുക്കറിയില്ല, പേഴ്സണലി നിൽക്കണവരുണ്ടോ അതും കറക്റ്റ് അറിയില്ല. പക്ഷേ എനിക്ക് പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. അപ്പം എനിക്ക് പേഴ്സണലി LDF സർക്കാർ വരാൻ തന്നെയാണ് ആഗ്രഹം. ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. കാരണം ഇത്രയും നാൾ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ള പാർട്ടീനെക്കുറിച്ചുള്ള ഒപ്പീനിയനാണ് ഞാനിവിടെ പറഞ്ഞത്. അത് വ്യക്തിപരമായിട്ട് ആരെയും ഹേർട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ജാതിപരമായിട്ടും മതപരമായിട്ടും ഒക്കെ എനിക്കും ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ വിഷമങ്ങൾ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ BJP സർക്കാരിൽ. BJP സർക്കാരല്ല, സോറി, BJP ആൾക്കാരെ കയ്യിൽ നിന്നും. പിന്നെ പോരാണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, കാരണം മനസ്സിലായ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ കുറേ SC ക്കാരും കുറേ പേരൊക്കെ BJP പോയിട്ടുള്ളവരുണ്ടാവും. അടുത്ത് നമ്മളാണ് അനുഭവിക്കാൻ പോണത്. BJP സർക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള താഴ്ന്ന ജാതിക്കാരെയൊക്കെ നന്നായിട്ട് അടിച്ചമർത്തി നമ്മളില്ലാണ്ടാവും. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. അതൊക്കെ തന്നെ ഉണ്ടാവാൻ പോണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇലക്ഷൻ നിൽക്കുന്ന 1-2 ആൾക്കാരെ നമ്മളാൾക്കാരെ നിർത്തി കഴിഞ്ഞാൽ അവർ നമ്മൾ നിന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ നമ്മളാക്കും. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഈ കാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത്. ഒന്നല്ല, നമ്മളൊക്കെ ആകെ ഇതാവും. അപ്പോൾ എനിക്ക് ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല ഇതിൽ തുടങ്ങി, പിന്നെ എനിക്ക് പറഞ്ഞു വരുമ്പോൾ നമുക്ക് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാട്ടോ ഇത്ര വിഷമം. അതായത് സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും BJP സർക്കാർ വന്നു കഴിഞ്ഞാൽ. ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ടവർക്ക്, താഴ്ന്ന കാസ്റ്റുള്ളവർക്ക്, അതായത് ഞങ്ങൾക്കായിരിക്കും ഇനി അടുത്ത പണ്ടുണ്ടായിരുന്ന പോലത്തെ ചട്ടങ്ങളും മട്ടങ്ങളൊക്കെ വരുന്നത് ഞങ്ങളെപ്പോലത്തെ പാവങ്ങൾക്കായിരിക്കും. അപ്പോൾ അത് സത്യമാണ്. നിങ്ങൾക്ക് അത് ഒരു പ്രാവശ്യം BJP സർക്കാർ വരണം. ശരിക്കും പറഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് അനുഭവിച്ച് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അനുഭവിക്കണം. അപ്പോൾ ഈ ജാതി, പണ്ടത്തെ മതവും എന്നുവെച്ചാൽ ജാതീയത, വർഗീയത, അതൊക്കെ വന്നിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മളെ സാധാരണക്കാരും ഇവരെ തേടി പോകുമ്പോൾ. അതെങ്ങനെ തന്നെയാണ്. ശരി, താങ്ക് യു. ഞാൻ അത്രയും പറയണുള്ളൂ. എന്തായാലും LDF സർക്കാർ വരണമെന്ന് എനിക്ക് ആഗ്രഹം. BJP സർക്കാർ വരണം എന്ന് പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല. ഒരു പ്രാവശ്യം ബുദ്ധിമുട്ട് അനുഭവിച്ച് കഴിഞ്ഞാലല്ലേ ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് കറക്റ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ കേരളത്തിന് ഇത്ര വലിയ കുറ്റം പറയാൻ എന്താ കേരളത്തിൽ ഇല്ലാത്തത്? വിദ്യാഭ്യാസം തരുന്നുണ്ട് നമ്മൾ, ആരോഗ്യത്തിന് ആരോഗ്യ കാര്യങ്ങൾ, അതായത് ആശുപത്രി കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ ഉണ്ട്. പിന്നെന്താ പറയുക, വീടിന് വീട് നമ്മളുടെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്നും വീട് പോലുമില്ല മറ്റു സംസ്ഥാനങ്ങളിൽ മര്യാദയ്ക്ക്. ബാത്റൂം സൗകര്യങ്ങളില്ല. പഠിക്കാൻ വേണ്ടി കുട്ടികൾ നമ്മളുടെ നാട്ടിൽ എത്ര പേര് 10-14 വയസ്സുള്ള പിള്ളേരുകൾ, ആൺപിള്ളേരുകളും പെൺകുട്ടികളൊക്കെ നാട്ടിൽ വന്നിട്ട് 18 വയസ്സായി എന്ന് പറഞ്ഞ് ജോലി എടുക്കുന്നവരുണ്ടെന്ന് അറിയണില്ല കുറേ പേരൊന്നും. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും കുട്ടികൾ മറ്റൊരു അന്യ സംസ്ഥാനത്ത് പോയിട്ട് 14 വയസ്സും 11 വയസ്സുള്ള പിള്ളേരെ നമ്മൾ പറഞ്ഞേക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആകെ നമ്മുടെ കേരളത്തിനില്ല. നിങ്ങൾ തന്നെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടാവും ചെറിയ പയ്യന്മാർ ഇവിടെ ഹോട്ടലുകളിൽ പാത്രം എടുക്കാനും ഇതാക്കാനൊക്കെ പോകണം. 18 വയസ്സായി എന്നാണ് പറയണത്. 18 വയസ്സൊന്നും ആയിട്ടില്ല അവർക്ക്. ആകെ ഇതികേട് നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വേറെ സംസ്ഥാനത്ത് പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വല്ല പിള്ളേർ സ്കൂളിൽ പോകാണ്ട് ഇതുപോലെ പാത്രം കഴുകാനും ഇതാക്കാണ്. വീട്ടിൽ അച്ഛന് വയ്യ, അമ്മയ്ക്ക് വയ്യ, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അച്ചാറ് വിൽക്കാൻ പോകുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കുക. അച്ഛനും അമ്മയ്ക്കും വയ്യാത്തതുകൊണ്ട് അത് അങ്ങനെയാണെന്ന് വിചാരിക്കുക. പക്ഷേ എങ്കിൽ പോലും ഒരു കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ഇല്ല. മനസ്സിലായോ? പക്ഷേ അവിടെ ഒന്നും അങ്ങനെയല്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം നോക്ക്. പിന്നെ അതും പോരാണ്ട് ഈ സ്ലമ്മിൻ്റെ കാര്യം അത് ഞാൻ മുഴുവനാക്കില്ല. സ്ലമ്മും കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. സ്ലമ്മൊക്കെ ഉള്ളത് അവിടെയാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ ആദ്യം അവർ നന്നാക്കിയിട്ട് നമ്മുടെ കേരളം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയാം, അല്ലെങ്കിൽ കേരളത്തിൽ കൈയിട്ടിളക്കാൻ വരാൻ നിൽക്കുക. അവിടെ ആദ്യം വൃത്തിയാക്കട്ടെ. ഇപ്പോൾ ഈ ചൂരൽമല അവിടെ പ്രളയം ഉണ്ടായി, ഇത്രയും വീടുകൾ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. ഇത്രയും അധികം സ്ലമ്മും കാര്യങ്ങളുണ്ട്. എത്രയോ വർഷങ്ങളായി നമ്മളത് കണ്ടുവരുന്ന ആ വീഡിയോകളും കാര്യങ്ങളും. അവർക്കും ഇത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചൂരൽമല ചെയ്ത പോലെ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് ചെയ്ത് കൊടുത്തൂടെ? കേന്ദ്രത്തിന് പൈസ ഇല്ലേ? പൈസ ഉണ്ടാവുമല്ലോ, ചെയ്യാത്തതല്ലേ? വലിയ തലപ്പൊക്കുള്ള ഇതിട്ട്
ഇതുകളൊക്കെ എന്താ പറയുക, പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, അമ്പലം പുതുക്കി പണിത് ഭയങ്കര സെറ്റപ്പാക്കുക, ഇതൊക്കെ ചെയ്യുന്നിടത്ത് ഇലക്ഷന് നിന്നിട്ട് ജയിക്കണം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനല്ലേ? മനുഷ്യന്മാർക്ക്, ഇന്ത്യയിലുള്ള മനുഷ്യന്മാർക്ക് അവർക്ക് ഇതാക്കാണ്ട് ഗോപുരം പണിയേം വീട്ടിന് പ്രതിമ പണിയേം പ്രതിമയ്ക്കാണോ പൈസ ചിലവാക്കണത്? എനിക്കേ നിങ്ങൾക്ക് തലമണ്ടയിൽ എന്തുട്ടാണ് ഓടണം നിങ്ങളുടെയൊക്കെ? എന്തോരം ജയിക്കുന്നുണ്ടല്ല, ജയിക്കണം ആ ഇത് ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനല്ലേ? അപ്പം ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആദ്യം അവിടുത്തെ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. ഇത് കേരളം നന്നാക്കാൻ നിങ്ങൾ നടക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ശരിക്കും നന്നാക്കും, എന്നിട്ട് കേരളത്തിൽ കൈ കിടക്കും. ശരി, താങ്ക് യു വെരി മച്ച്. സോറി, ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഹേർട്ട് ആവാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതല്ല, വിഷമം പറഞ്ഞു പോയതാണ്. ശരി, ബൈ.